ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മച്ചായൻ സേറ്റിസം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ആലു ഭുജിയ. ആ റെസിപ്പി കാണുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെ കുക്ക് ചെയ്ത് നമുക്ക് നോക്കാം. നിങ്ങളും വാ. സ്നാക്സ് ആണ് ആലു ഭുജിയ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. കടലമാവുണ്ട്, ഗരം മസാല, 3 ഉരുളൻകിഴങ്ങ്, ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്, ആവശ്യത്തിന് ഉപ്പ്, ചാട്ട് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയുമാണ് നമുക്കിതിന് വേണ്ടുന്നത്. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇതിനകത്തിട്ട് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇതിനകത്ത് ഉരുളൻകിഴങ്ങിൻ്റെ ഒരു തരി പോലും കാണല്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴയ്ക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ ചെയ്ത് എടുക്കാം. നമുക്ക് ഇത് നല്ലതായിട്ട് ഇപ്പം ഉരുളൻകിഴങ്ങ് സ്മാഷ് ആക്കി എടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാൻ കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂണോളം ഞാൻ ഇട്ടു. അതിലേക്ക് നമുക്ക് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലെടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ കുറച്ച് പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ച് ചേർത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ ഇങ്ങനെ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇടിയപ്പക്കാര. ഇതിനകത്ത് ഞാൻ ചെറിയ ചില്ലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം, സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ. ഇനി ഇതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് നമുക്ക് അങ്ങനെ പിരിച്ച് ഇട്ട് കൊടുക്കാം. ചെറു തീയിൽ വേണം വെക്കാനിത്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിൽ തന്നെ ഇട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പം നമുക്കിതിങ്ങനെ എടുക്കാം. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ആലു ഭുജിയ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇന്ദുപ്പും ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആലു ഭുജിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ചെയ്യാം. ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇത് ചായയുടെ കൂടെയൊക്കെയും സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാനും നല്ലതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു ഭുജിയ സിമ്പിൾ റെസിപ്പിയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണിത്. നിങ്ങൾ ചെയ്തു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. അതുവരേക്കും ബൈ. ഓക്കെ.